ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ വ്ളോഗ് ഒരു കല്യാണ വ്ളോഗാണ്. ഒരു കല്യാണത്തിന് പോയ വ്ളോഗായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോൾ കുറേ പേരുടെ അടുത്ത് ചോദിച്ചു ഇത് ആരുടെയായിരുന്നു കല്യാണം എന്നൊക്കെ ചോദിച്ചിരുന്നു. നമ്മുടെ ഫാമിലിയിലുള്ള കല്യാണം തന്നെയാണ്, പക്ഷേ എൻ്റെ വീട്ടിലത്തെ കല്യാണമാണെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള കേട്ടിപ്പടി പറഞ്ഞ സ്ഥലത്തുള്ള ഐനസ് പറഞ്ഞ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന പാടെ ഞങ്ങളിതാ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്, വെള്ളമല്ല ജ്യൂസൊക്കെ ഉണ്ട്, അപ്പോൾ ജ്യൂസൊക്കെ കുടിക്കാണ്ട് അങ്ങനെ നിന്നു കേട്ടോ. പിന്നെ അതാ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ നമുക്ക് ജിലേബിയും പിന്നെ മേസൂരിപ്പാക്ക് പോലൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. അതിൻ്റെ പേര് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് മുന്തിരി ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം ഞാനത് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് വന്നു. അവിടെ വന്നപ്പോൾ ഈ ഒരു ഫാൻ കണ്ടിട്ട് ഞാൻ ആകെ അന്താളിച്ച് പോയിട്ടു. എനിക്ക് ഭയങ്കര കൗതുകമായി തോന്നി, കാരണം അത്രയും വലിയൊരു ഫാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേക്കും ചെക്കൻ വന്നിരുന്നു. അപ്പോൾ ചെക്കൻ വന്നിട്ട് ചെക്കൻ എല്ലാവരും കൂടി നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും നല്ല തിരക്കിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഫുഡ് ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ നല്ല ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ നല്ല ചിക്കൻ മന്തി ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു ചിക്കൻ വരട്ടിയതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. കാരണം ഞാൻ ചോറിനേക്കാളും കൂടുതൽ കഴിച്ചത് ആ ഒരു ചിക്കനായിരുന്നു. പിന്നെ ഈ ഒരു പയ്യന്മാരാണ് നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കി നമുക്ക് മുന്നിലേക്ക് വെച്ച് തരുന്ന ആൾക്കാർ. കാറ്ററിങ് കേട്ടോ, അടിപൊളിയായിരുന്നു കേട്ടോ. എടുത്ത് പറയാമല്ലോ, അവരുടെ ആ ഒരു സെർവ് ചെയ്യുന്നതൊക്കെ ഭയങ്കര കെയറിങ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ വിളമ്പി നമുക്ക് മുന്നിലേക്ക് വെച്ച് തരുന്നു. പിന്നെ കുട്ടികളോടാവട്ടെ എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചറിഞ്ഞ് എല്ലാവരോടും നല്ല രീതിയിലുള്ളൊരു പെരുമാറ്റമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം അങ്ങനെ ഇതായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ മന്തി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്കടിയാ ബീഫ് ബിരിയാണി കഴിച്ചൂടെ, എന്തിനാ ഈ ചിക്കൻ മന്തിയൊക്കെ കഴിക്കുന്നത് ചോദിച്ചോട്ടെ, ഞാനൊക്കെ ബീഫ് ബിരിയാണി കഴിക്കാനായിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ കുറേ പേരുണ്ടല്ലേ, ബീഫ് ബിരിയാണിയോട് ഭയങ്കര ഇഷ്ടമുള്ളവർ. പക്ഷേ എനിക്കങ്ങനെയല്ല കേട്ടോ. എനിക്ക് മന്തി നമ്മുടെ അതും ഈ പെൺകുട്ടികൾക്ക് മാത്രമാണോ മന്തിനോട് ഇത്രയും താല്പര്യം എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചെക്കൻ നിക്കാഹ് കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ നിക്കാഹ് കാണാൻ പറ്റിയില്ല, ഫുഡ് കഴിക്കുക കാരണം കേട്ടോ. അങ്ങനെ എന്താ ഞങ്ങൾ വന്നപ്പോഴേക്കും പിന്നെ ആ ചെക്കൻ മഹർ അണിത് കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് നല്ല രസമായിരുന്നു കേട്ടോ. നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. എല്ലാവരും കൈയൊക്കെ അടിച്ച് ക്ലാപ്പൊക്കെ അടിച്ച് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. പിന്നെ എല്ലാവരും കൂടി നിന്നിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ നല്ല അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഈ കുട്ടികൾ കളിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ചവർ ആൺകുട്ടികളാണെന്നാണ്, പിന്നെ പെൺകുട്ടികളാണെന്ന് പിന്നെ ഉമ്മ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് പെൺകുട്ടികളാണെന്നുള്ളത് കേട്ടോ. എന്തായാലും നല്ല രസമായിരുന്നു. നമുക്ക് എടുത്ത് പറയാമല്ലോ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ കുട്ടികളുടെ കളി കാണാൻ. അത് കളി കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പുറത്ത് പോയി. കുട്ടികളെല്ലാവരും പുറത്ത് വന്നപ്പോഴാണ് പിന്നെ മനസ്സിലായി പിന്നെ നേരത്തെ പറഞ്ഞിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ. കുട്ടികളോട് എടുക്കേണ്ടെന്നാണ് പറയുന്നത്, കാരണം ഇപ്പോൾ അതിങ്ങോട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ഞാനൊരു ചായ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ചായ ഒന്നും ഞാൻ കുടിക്കാൻ നിന്നില്ല. പിന്നെ ഞാൻ വീണ്ടും ഓഡിറ്റോറിയത്തിലേക്ക് വന്നു. പിന്നെ കുട്ടികളുടെ ഡാൻസ് വീണ്ടും കണ്ടു. നല്ല രസമായിരുന്നു കേട്ടോ. ഒരുപാട് നേരം കുട്ടികൾ കളിച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. എല്ലാവരും ഫാമിലിയിലൊക്കെ ഉള്ള കുട്ടികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. നമുക്ക് ഇതിൽ അതിൻ്റെ മ്യൂസിക് കൊടുത്തു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും. ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ മ്യൂസിക്കൊക്കെ കൊടുത്തിട്ടാട്ടോ ഞാനിത് പോസ്റ്റ് ചെയ്തത്, പക്ഷേ എനിക്ക് കോപ്പിറൈറ്റ് വന്നു, അതുകൊണ്ട് കേട്ടോ. പിന്നെ ഇവരുടെയൊക്കെ കളി കഴിഞ്ഞ് പിന്നെ കുറച്ച് പേരൊക്കെ അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബായ്. നമ്മളെ വീഡിയോസ് കാണണം, ഇഷ്ടമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു കല്യാണം എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമല്ലേ. നമ്മളുടെ കല്യാണങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്നൊരു കല്യാണമാണ് കേട്ടോ. അവർ 11 വർഷത്തെ പ്രണയമായിരുന്നു. എന്തായാലും അവരുടെ ആഗ്രഹം പോലെ അവരുടെ കല്യാണം തന്നെ ഉഷാറായി കഴിഞ്ഞു, അൽഹംദുലില്ലാ. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാതിരിക്കും. മുബി ഫ്രം ചെറുപ്പശ്ശേരി. ഓക്കേ.